8 ദിവസത്തെ ദൗത്യമായിരുന്നെങ്കിലും 287 ദിവസം ദൗത്യം നീണ്ടു. 7 മാസമായി നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായാണ് പോയത്. അതെ, സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. What the hell? Stephen, we owe you an apology. വാർത്താ തലക്കെട്ടുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കുടുങ്ങി എന്നാണ്. അതൊരിക്കലും കുടുങ്ങിയിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ഇലോൺ മസ്കും ട്രംപും അടക്കം അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടു. ശരിക്കും എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇത് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ അതിന്റെ ഒരു വിശ്വാസതയെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ. പൊതുവെ ലോകമെമ്പാടും ആ ഒരു വിശ്വാസതയെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ തുടർന്നുകൊണ്ടിരുന്നത്. കാരണം ബോയിങ് സ്റ്റാർലൈനറിന്റെ വിശ്വാസ്യതയെ തകർക്കുക, പിന്നെ മറ്റ് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനുള്ളിലുണ്ട്. അപ്പോ ശരിക്കും നമ്മൾ ഏറ്റവും അഫക്റ്റഡ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് ബഹിരാകാശ പര്യവേഷണത്തിനെയാണ്. കാരണം ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് പ്രൈവറ്റ് ഏജൻസീസ് ഇതിനകത്ത് കൈ വന്നപ്പോ ഇതിന്റെ $multi-billion ഒരു ബിസിനസ്സാണ്. അത് ശതകോടികൾ മാറുന്ന ബിസിനസ്സാണിത്. അതുകൊണ്ടാണല്ലോ നാസ തൽക്കാലം പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു.